മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ചൊവ്വാഴ്ച വയനാട്ടിൽ UDF ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇന്ന് രാത്രിയിൽ 3 നിയോജക മണ്ഡലത്തിലും പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ, പുനരധിവാസം വൈകുന്നതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം 19-ാം തീയതി കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി UDF ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മുന്നണിയായും കക്ഷികളായും പലയിടത്തും ഇന്ന് UDF പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അല്പസമയത്തിനകം ഈ വിഷയത്തിൽ തന്നെ 3 നിയമസഭാ മണ്ഡലം കേന്ദ്രങ്ങളിൽ LDFന്റെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച LDFും വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് അത് UDFും LDFും അങ്ങനെ രാഷ്ട്രീയ കക്ഷി ഭേദമൊന്നുമില്ലാതെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ നമ്മൾ കണ്ടതാണ്. ആ വിഷയത്തിൽ സംസ്ഥാനത്ത് എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക്, വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും സ്മിത, വലിയ പ്രതിഷേധത്തിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. ചൊവ്വാഴ്ചയാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇതിന് പിന്നാലെ LDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ UDF വിവിധ കേന്ദ്രങ്ങളിൽ മണ്ഡലം അടിസ്ഥാനത്തിലടക്കം വലിയ സമരങ്ങൾ, അതായത് പന്തംകൊളുത്തി പ്രകടനം അടക്കമുള്ള അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് കടക്കണമെന്നുള്ള ആഹ്വാനം കൂടി UDF നൽകിയിട്ടുണ്ട്. ഇത് നൈറ്റ് മാർച്ച് LDFന്റെ ഭാഗത്തു നിന്നുണ്ട്. 3 നിയോജക മണ്ഡലങ്ങളിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് LDFന്റെ നൈറ്റ് മാർച്ച് നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം കൃത്യമായ രീതിയിൽ അവഗണിക്കുന്നു എന്നുള്ളതാണ്. UDFും LDFും ഒരുപോലെ ഉന്നയിക്കുന്ന വാദം. പ്രധാനമന്ത്രിയുടേത് മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം എന്നുള്ളതാണ് ടി സിദ്ദീഖ് MLA അല്പസമയം മുമ്പ് DCCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ജനകീയ ഹർത്താലാണ്. ജനകീയ ഹർത്താലിൽ കടകമ്പോളങ്ങൾ അടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും പൊതുജനങ്ങൾ സഹകരിക്കണം. ഇത് വയനാടിന് വേണ്ടിയുള്ള ഹർത്താലാണ് എന്നുള്ള ആഹ്വാനം കൂടി UDF നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അവശ്യ സർവീസുകളെ ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സമാധാനപരമായി തന്നെയാകും ഈ ഹർത്താൽ സംഘടിപ്പിക്കുക എന്നും പറഞ്ഞു. രാജ്യം ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറ്റും ഈ ഹർത്താലിനെ എന്ന് UDF നേതാക്കൾ പറയുന്നുണ്ട്. ഈ ദിവസം, അതായത് ഹർത്താൽ ദിവസം 3 നിയോജക മണ്ഡലത്തിലും 19-ാം തീയതിയാണത്, 3 നിയോജക മണ്ഡലത്തിലും പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള മാർച്ച് ഉണ്ടാകും. ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാവും ഇത്തരത്തിൽ മാർച്ച് നടത്തുക. ഈ ദുരന്തം L കാറ്റഗറിയിൽ തന്നെ പെടുത്തണം. മാത്രമല്ല ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണം. പ്രത്യേക പാക്കേജ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണം. ഈ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരും ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ UDFും എടുത്തു പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ചൊവ്വാഴ്ച വയനാട്ടിൽ UDF LDF ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ.